ഗുഡ് മോർണിംഗ്, നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം. ഒരു പുതിയ ദിവസത്തിൻ്റെ തുടക്കത്തിലേക്ക്, ശുഭാരംഭത്തിലേക്ക് സ്വാഗതം. വാർത്തകൾ കൊണ്ട് വളരെ 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 ചൂടുപിടിക്കാൻ പോകുന്ന ഒരു ദിവസത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ രാഷ്ട്രീയമായി വലിയ കോളിളക്കങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്തെത്തി നിൽക്കെ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ഇന്നലെ പരാതിക്കാരിയായ യുവതി മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകി. മണിക്കൂറുകൾ നീണ്ട മൊഴിയെടുപ്പിന് ശേഷം ഇന്ന് രാവിലെ വരുന്ന വാർത്ത രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുതിയ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നതാണ്. നേരത്തെ ഈ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് മൂന്നാം കക്ഷികളായ ചിലർ നൽകിയ പരാതികളിന്മേൽ കേസെടുത്തിരുന്നു. പക്ഷേ അതുപോലെയല്ല, ഇത് ആ പെൺകുട്ടി നേരിട്ട് പോലീസിന് പരാതി നൽകിയിരിക്കും. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി പോലീസിന് കൈമാറുകയും ഇപ്പോൾ വലിയമല സ്റ്റേഷനിൽ രാഹുലിനെതിരെ FIR രജിസ്റ്റർ ചെയ്തിരിക്കുകയും ആണ്. ഇതിൻ്റെ തുടർ ചലനങ്ങളായിരിക്കും ഈ ദിവസത്തെ സജീവമാക്കുക. മറ്റെല്ലാ വാർത്തകളും മാറ്റിവെച്ച് ഇന്നത്തെ ദിവസം ഇത് തന്നെയായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ എല്ലാ ചലനങ്ങളും എല്ലാ വാർത്തകളും നമുക്ക് അപ്പോൾ നോക്കാം. ആദ്യം നമുക്ക് ഈ മണിക്കൂറിലെ തലക്കെട്ടുകൾ കൂടി നോക്കാം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്ത് പോലീസ്, അറസ്റ്റ് ചെയ്യാൻ നീക്കം. മുൻകൂർ ജാമ്യം തേടാൻ രാഹുൽ കോടതിയിലേക്ക്. മെഡിക്കൽ തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൈമാറി പരാതിക്കാരി. ശബരിമല സ്വർണ്ണ കൊള്ളക്കേസിൽ മുരാരി ബാബു ഹൈക്കോടതിയിലേക്ക്. ഇന്ന് ജാമ്യ ഹർജി നൽകും. മുൻകൂർ ജാമ്യം തേടാൻ ദേവസ്വം ബോർഡ് മുൻ ഉദ്യോഗസ്ഥരായ S. ജയശ്രീയും ശ്രീകുമാറും. ആലപ്പുഴ തകഴിയിൽ നെല്ല് സംഭരണം വൈകുന്നു. കൊയ്ത് 20 ദിവസമായിട്ടും നെല്ല് സംഭരിക്കാതെ അധികൃതർ. 300 ഏക്കർ പാടശേഖരത്തിലെ നെല്ല് കിളിർത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ കർഷകർ. ബംഗാൾ ഉൾക്കടലിൽ ഡിറ്റ്വ ചുഴലിക്കാറ്റ് ഭീഷണി. തമിഴ്നാട്, പുതുച്ചേരി, ആന്ധ്ര തീരങ്ങളിൽ തീവ്ര മഴയ്ക്ക് സാധ്യത. അതീവ ജാഗ്രതാ മുന്നറിയിപ്പ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശ്രീരാമ പ്രതിമ പ്രധാനമന്ത്രി ഇന്ന് അനാച്ഛാദനം ചെയ്യും. 77 അടി ഉയരമുള്ള പ്രതിമ സ്ഥാപിക്കുന്നത് ഗോവയിൽ. വിശദമായ വാർത്തകളിലേക്ക്. പീഡന പരാതിയിൽ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ്. തിരുവനന്തപുരം വലിയമല പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്തു. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണ് കേസ്. 4 മണിക്കൂർ നീണ്ട മൊഴിയെടുക്കൽ ഇന്നലെ രാത്രി വൈകിയാണ് പൂർത്തിയായത്. മുൻകൂർ ജാമ്യാപേക്ഷയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയെ സമീപിക്കും. ഇന്നലെ രാത്രി മുതൽ രാഹുലിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. വിവരങ്ങളുമായി ഡാൻ കുര്യൻ, ഒപ്പം KP അഭിലാഷ് എന്നിവർ ചേരുന്നു. ആദ്യം ഡാൻ കുര്യനിലേക്ക്. ഡാൻ, ഇന്നലെ വൈകിട്ട് പരാതി നൽകിയപ്പോൾ തന്നെ അടിയന്തരമായ നടപടികളിലേക്ക് കടക്കുന്നതായുള്ള വിവരങ്ങൾ ലഭിച്ചിരുന്നു. 4 മണിക്കൂറോളം നീണ്ട മൊഴിയെടുക്കൽ, അതിനുശേഷം ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഈ FIR-നെ പറ്റി നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ? ഇന്നലെ വൈകുന്നേരം 7 മണിയോടെയാണ് തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ ഇരയായ യുവതിയുടെ വസതിയിലെത്തി അവരുടെ വിശദമായ മൊഴിയെടുത്തത്. അങ്ങനെ 4 മണിക്കൂർ നീണ്ട മൊഴിയെടുക്കലാണ് ഇന്നലെ നടന്നത്. ആ മൊഴിയെടുക്കുന്നതിനിടയിൽ ഈ ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ചും തന്റെ കൈവശമുള്ള തെളിവുകളെക്കുറിച്ചുമൊക്കെ വ്യക്തമായി തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരോട് ഈ യുവതി വെളിപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ചില തെളിവുകൾ നേരിട്ട് അവർക്ക് കൈമാറിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതിന്റെ അടിസ്ഥാനത്തിലാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രാഥമികമായ അന്വേഷണം ഇന്ന് തന്നെ ആരംഭിക്കും. കേസ് രജിസ്റ്റർ ചെയ്തുള്ളതിനു ശേഷമുള്ള നടപടിക്രമങ്ങൾ ഇന്ന് തന്നെ ആരംഭിക്കും. അങ്ങനെയാണെങ്കിൽ പ്ലേസ് ഓഫ് ഒക്കറൻസ്, ഏത് സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്, അത് സംബന്ധിച്ചൊരു വ്യക്തത കൈവരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ആ സ്റ്റേഷൻ ലിമിറ്റിലെ SHO ഉൾപ്പെടെയുള്ളവരും ഈ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘമായിരുന്നു രാഹുലുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന ആരോപണങ്ങളിൽ അന്വേഷണം നടത്തേണ്ടിയിരുന്നത്. അത്തരത്തിൽ ക്രൈംബ്രാഞ്ച് മേധാവി ADGP H.
ഗണേശിന്റെ മേൽനോട്ടത്തിൽ ഒരു സംഘത്തിന് രൂപം നൽകിയിരുന്നു. പക്ഷേ നേരിട്ടുള്ള ഇരകളുടെ പരാതി ലഭിക്കാതിരുന്ന പശ്ചാത്തലത്തിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം മുമ്പോട്ട് പോകാതിരുന്നത്. അതേസമയം ഈ ഉയർന്നു വന്ന ആരോപണങ്ങളെ സംബന്ധിച്ച വിശദാംശങ്ങളൊക്കെ നേരത്തെ തന്നെ അവർ ശേഖരിച്ചതുമാണ്. ആ പശ്ചാത്തലത്തിൽ ഈ പ്രത്യേക സംഘത്തിന് തന്നെ ഈ കേസിന്റെ അന്വേഷണ ചുമതല കൈമാറാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. എന്തായാലും ഈ നിലവിൽ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഇങ്ങനെയൊരു നടപടി, ദ്രുതഗതിയിലുള്ള നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് രാഹുലും നിയമ വിദഗ്ധരുമായി കൂടിയാലോചിച്ച് അത്തരം നീക്കങ്ങളിലേക്ക് കടന്നിരിക്കുന്നത്. ഈ രണ്ടു തവണയും സമൂഹ മാധ്യമങ്ങളിലൂടെ ഇന്നലെ നടത്തിയ പോസ്റ്റുകളിൽ ഒരു ആത്മവിശ്വാസത്തോടെയാണ് ഈ കേസിനെ നേരിടുന്നത് എന്ന പ്രതീതി ജനിപ്പിക്കുന്ന തരത്തിലായിരുന്നു രാഹുലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് രാഹുലിന്റെ കൈവശമുള്ള ചില തെളിവുകളുണ്ട്. ആ തെളിവുകൾ കൃത്യമായി ഈ യുവതിയെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലാണ് എന്ന ആത്മവിശ്വാസത്തിലാണ് രാഹുലും രാഹുലിനെ അനുകൂലിക്കുന്നവരും. അതുകൊണ്ട് തന്നെ ആ ഒരു വിശ്വാസത്തിലാണ് ഇത്തരത്തിൽ സമൂഹ മാധ്യമത്തിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് രാഹുൽ പോസ്റ്റ് ഇട്ടതെന്നാണ് രാഹുലിന്റെ ഒപ്പമുള്ളവർ പറയുന്നത്. അങ്ങനെയെങ്കിൽ അത് ഏത് തരത്തിലുള്ള തെളിവുകളാണ്, എന്താണ് അതിലെ വിശദാംശങ്ങൾ, അടക്കമുള്ള കാര്യങ്ങളൊന്നും നമുക്ക് വ്യക്തതയില്ല. അതൊക്കെ നേരിട്ട് കോടതിയിൽ ഹാജരാക്കുമെന്ന് മാത്രമാണ് നൽകുന്ന സൂചന. ഒരുപക്ഷേ ഇന്ന് തന്നെ തുടർ നീക്കങ്ങളിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ കടന്നേക്കാം. ആദ്യഘട്ടമായി ഈ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തുന്ന നടപടിയാണ് പൂർത്തിയായിരിക്കുന്നത്. ഇനി യുവതിയുടെ സുഹൃത്തുക്കൾ, അതോടൊപ്പം ഈ ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചത് രാഹുലാണെങ്കിലും അതിന് വേണ്ട മരുന്ന് എത്തിച്ചു നൽകിയത് രാഹുലിന്റെ മറ്റൊരു സുഹൃത്തായിരുന്നു. ആ സുഹൃത്തിൽ നിന്നടക്കം മൊഴിയെടുക്കും. അവർ കൂടി ഈ കേസിൽ ഒരുപക്ഷെ ഉൾപ്പെട്ടേക്കാവുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ. അത്തരത്തിലുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. 3 വനിതാ മാധ്യമ പ്രവർത്തകരുടെയും, അതായത് യുവതിയുടെ സുഹൃത്തുക്കളായ 3 വനിതാ മാധ്യമ പ്രവർത്തകരുടെ മൊഴിയും കേസുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഡാൻ, രാഹുലിന്റെ നീക്കം എന്താകും എന്നതാണ് അടുത്തതായി അറിയേണ്ടത്. ഇന്നലെ ഈ പരാതി കൊടുത്തു എന്ന വാർത്തയ്ക്ക് പിന്നാലെ രാഹുൽ അബ്സ്കോണ്ടിങ് ആയതാണ്. എവിടെയാണെന്ന് അറിയില്ല, ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആണ്. അടുത്ത രാഹുലിന്റെ നീക്കം മുൻകൂർ ജാമ്യാപേക്ഷ അതുമായി ഹൈക്കോടതിയിലേക്ക് പോകാനാണ് എന്നൊക്കെ അഭ്യൂഹങ്ങളുണ്ടല്ലോ. നമുക്ക് ഈ കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? കോൺഗ്രസ് നേതൃത്വം രാഹുലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒന്നും ഒരു വിശദീകരണത്തിന് തയ്യാറാകുന്നില്ല. കാരണം നടപടി നേരത്തെ എടുത്തതാണ്. അങ്ങനെ ഒരാൾക്കിത് ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾക്ക് ഉത്തരം പറയേണ്ട ബാധ്യത കോൺഗ്രസ് നേതൃത്വത്തിനില്ല എന്ന ഒരു നിലപാടിലാണ് മുതിർന്ന നേതാക്കളൊക്കെ. കാരണം ഇത്തരമൊരു ആരോപണം ഉയർന്നു കേട്ട സമയത്ത് തന്നെ പെട്ടെന്ന് അതിന്മേൽ നടപടിയെടുക്കുകയും ഔദ്യോഗികമായ സ്ഥാനത്ത് നിന്ന് പാർട്ടിയുടെ പദവിയിൽ നിന്ന് മാറ്റുകയും ചെയ്തതാണ്. അതിൽ കൂടുതൽ എന്താണ് പാർട്ടിക്ക് ചെയ്യാൻ കഴിയുന്നത്? നിയമപരമായി ചെയ്യാനുള്ള കാര്യങ്ങൾ പോലീസും സർക്കാരുമാണ് ചെയ്യേണ്ടത്. അതിനപ്പുറത്തേക്ക് അതിൽ പാർട്ടിയുടെ ഒരു ഇടപെടലും ഉണ്ടാകില്ല എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് മുതിർന്ന നേതാക്കളൊക്കെ നടത്തുന്നത്. അതേസമയം രാഹുലിനെ അനുകൂലിക്കുന്ന ഒരു ചെറിയ വിഭാഗമുണ്ട്. അവർ ഇപ്പോഴും രാഹുലിന്റെ ഭാഗത്ത് ഈ കേസുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ പരാതിയുമായി ബന്ധപ്പെട്ട് രാഹുലിന്റെ ഭാഗത്തുള്ള ചില തെളിവുകൾ അത് തങ്ങൾക്ക് അറിവുള്ളതാണ് എന്നൊരു നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. ആ കാര്യങ്ങൾ കോടതിയിൽ സമർപ്പിക്കുന്നതിലൂടെ ഈ കേസിലൊരു വഴിത്തിരിവുണ്ടാകുമെന്നൊക്കെയുള്ള ഒരു വിലയിരുത്തലാണ് രാഹുലിനൊപ്പമുള്ളവർ. എന്തായാലും അത് കോടതിയുടെ പരിഗണനയിലേക്ക് വരുമ്പോൾ ആ കാര്യങ്ങളിലെ അന്തിമ തീർപ്പ് എന്താകുമെന്ന് നമുക്കറിയാൻ കഴിയും. കോൺഗ്രസിനെ സംബന്ധിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം നടക്കുന്നതിനിടയിൽ ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങളിൽ വലിയ രാഷ്ട്രീയ പ്രചാരണം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആണ് അപ്രതീക്ഷിതമായി ഇങ്ങനെയൊരു കേസ് രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. പ്രചാരണ രംഗത്ത് കോൺഗ്രസിനുണ്ടാക്കുന്ന ഒരു പ്രതിസന്ധി, അനിശ്ചിതത്വം അത് ചെറുതല്ല. അതിനെ എങ്ങനെ മറികടക്കുമെന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ഇന്നലെ കെ മുരളീധരൻ ഈ വിഷയത്തിൽ മുരളീധരനും വി.ഡി. സതീശനും ഒക്കെയാണ് വി.ഡി. സതീശൻ വളരെ ശക്തമായ നിലപാടിലും അങ്ങനെ രാഹുലിനെതിരെ നിലപാടെടുത്തിരുന്നവരിൽ ഒരാളായ കെ മുരളീധരൻ പോലും പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് അതിജീവിതമാരോട് മുഖ്യമന്ത്രിക്ക് സ്നേഹം തോന്നുന്നതിൽ സന്തോഷമുണ്ട് എന്നതാണ്. ഇതൊരു രാഷ്ട്രീയപരമായ നീക്കമായി കോൺഗ്രസ് വിലയിരുത്തുന്നുണ്ടോ ഡാൻ? തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി ഇത്തരത്തിൽ ഒരു പരാതി. ഡാനിലേക്ക് വരാം. കെ പി അഭിലാഷ് നമ്മളോടൊപ്പം ഉണ്ട്. അഭിലാഷ്, ഇത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന്റെ ഒരു അവസാന ആഴ്ചയിലേക്ക് കടക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു വളരെ ഗൗരവമേറിയ സംഭവ വികാസം കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ടാവുന്നത്. രാഹുലിനെ മാറ്റി നിർത്തിയ ഒരു സമയമുണ്ട്, നമുക്കറിയാം. രാഹുലിന്റെ കാര്യത്തിൽ നേതാക്കൾ ആരും മിണ്ടാതിരുന്ന സമയമുണ്ട്. അതിനുശേഷം കെ സുധാകരൻ ഉൾപ്പെടെ രാഹുലിന് വേണ്ടി വളരെ ശക്തമായ വാദവുമായി രംഗത്തെത്തുന്നതിന് തൊട്ടു പിന്നാലെയാണ്
ഇന്നലെ ഈ യുവതി പരാതിയുമായി മുഖ്യമന്ത്രിയെ സമീപിക്കുന്നത്. ഇതിനെ രാഷ്ട്രീയമായി കാണുന്നുണ്ടോ കോൺഗ്രസ്? പക്ഷേ അതിനും അപ്പുറത്ത് ഒരു പരാതിയുണ്ട്. രാഹുൽ ഇത്രയും കാലം ചോദിച്ചിരുന്ന ആ രണ്ട് കാര്യങ്ങളും വന്നിരിക്കുന്നു. ശ്രീജ, ഈ വിഷയത്തെ രാഷ്ട്രീയമായി നേരിടേണ്ട വലിയ ഉത്തരവാദിത്തം കോൺഗ്രസിനുണ്ടെങ്കിലും കോൺഗ്രസ് അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സാഹചര്യം, കേരളത്തിലെ വോട്ടർമാർ തദ്ദേശ വോട്ടെടുപ്പിന്റെ ഭാഗമായി ബൂത്തിലേക്ക് പുറപ്പെടാൻ തയ്യാറെടുക്കുന്ന ഒരു സാഹചര്യത്തിൽ വലിയ ഇരുട്ടടി തന്നെയാണ് കോൺഗ്രസിന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്നതിൽ സംശയമില്ല. മാത്രവുമല്ല, നമുക്കറിയാം ഇപ്പോൾ എടുത്തിട്ടുള്ള കേസ് എന്നത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കേസ് ആണ് എടുത്തിട്ടുള്ളത്. നേരത്തെ രാഹുൽ മാങ്കൂട്ടം ഈ കേസുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ ഹൂ കെയേഴ്സ് എന്ന തരത്തിലുള്ള പ്രതികരണമാണ് നടത്തിയത് എങ്കിൽ പിന്നീട് എവിടെയാണ് തനിക്കെതിരെ ഒരു പരാതി ഉള്ളത് എന്ന ചോദ്യമായിരുന്നു ഉയർത്തിയത്. ആ ഘട്ടത്തിൽ ഒക്കെയും തന്നെ, അതായത് ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ചില ശബ്ദരേഖകളും വാട്സപ്പ് ചാറ്റിന്റെ വിശദാംശങ്ങളും പുറത്തു വന്ന ഘട്ടത്തിൽ അടക്കം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തിയെന്ന് മാത്രവുമല്ല, കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വം പോലും റദ്ദാക്കുകയും അങ്ങനെ രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ നിലവിൽ കോൺഗ്രസിന്റെ ഒരു MLA അല്ല എന്നുകൂടി കോൺഗ്രസ് തറപ്പിച്ചു പറയുകയും ചെയ്ത പശ്ചാത്തലം ആണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു പരിധിവരെയെങ്കിലും കോൺഗ്രസ് ഈ ഊരാക്കുടുക്കിൽ നിന്ന് രക്ഷപ്പെട്ടു നിൽക്കുന്നു എന്ന പ്രതീതിയാണ് ഉണ്ടായിരുന്നത്. കാരണം ഇങ്ങനെ ചില ആക്ഷേപങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ സ്വമേധയാ തന്നെ ഒരു അന്വേഷണ സംഘത്തെ സർക്കാർ രൂപീകരിക്കുകയും ഈ അതിജീവിതമാർ, അതായത് ഇപ്പോൾ ഒരു പരാതിയുമായി ഒരു യുവതി രംഗത്ത് വന്നിട്ടുണ്ട്, നേരിട്ട് പരാതി നൽകി എന്നതിനപ്പുറത്ത് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട നിരവധിയായ വെളിപ്പെടുത്തലുകൾ ഇതിനു മുമ്പ് തന്നെ ഉണ്ടായതാണ്. ഇത്തരം വെളിപ്പെടുത്തലുകൾ നടത്തിയ ആരെയെങ്കിലും സമീപിച്ചുകൊണ്ട് ഒരു പരാതി രേഖാമൂലം ലഭിക്കുക എന്നതിന് വേണ്ടിയുള്ള ഒരു ഊർജിതമായ ശ്രമം ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതാണ്. പക്ഷേ ആരും പരാതിക്കാർ ഇല്ല എന്നത് രാഹുൽ മാങ്കൂട്ടത്തിനും വലിയ ഊർജ്ജമാണ് നൽകിയിരുന്നത്. അതുകൊണ്ടാണ് ദിവസങ്ങളായി നിശബ്ദത പുലർത്തിയിരുന്ന രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മുഖ്യധാരയിലേക്ക് സജീവമായത്. സിനിമാ താരങ്ങളെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് ചില വീടിന് തറക്കല്ലിടിയിൽ പോലെയുള്ള ചടങ്ങുകളിൽ രാഹുൽ മാങ്കൂട്ടം സജീവമായത്. അതിനുശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി രാഹുൽ മാങ്കൂട്ടം വോട്ട് തേടി ഇറങ്ങിയ പശ്ചാത്തലമുണ്ട്. അതിന് രാഹുൽ മാങ്കൂട്ടം നൽകിയ വിശദീകരണം എന്നത് താൻ മത്സരിച്ച സമയത്ത് തൻ്റെ വിജയത്തിനായി പ്രവർത്തിച്ച ആളുകൾ ഇപ്പോൾ മത്സരിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി താൻ വോട്ട് ചോദിക്കുന്നു, അത് പക്ഷേ കോൺഗ്രസ്സുകാരനായിട്ടല്ല വോട്ട് ചോദിക്കുന്നത്, കോൺഗ്രസ് എന്ന സംഘടനയെ താൻ പ്രയോജനപ്പെടുത്തുന്നില്ല എന്നുള്ളതായിരുന്നു. ഒപ്പം രാഹുൽ മാങ്കൂട്ടവും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തനിക്ക് നടക്കാൻ, അതായത് പാലക്കാട് തന്നെ മണ്ഡലത്തിലൂടെ നടക്കാൻ കാലിന് ശേഷിയുള്ളിടത്തോളം കാലം താൻ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും, ഇവിടെ ഉണ്ടാകും എന്നുകൂടി രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു വെച്ചത്. ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടം ഒരു തിരിച്ചുവരവിന് തയ്യാറെടുത്ത സമയത്താണ് കൃത്യമായൊരു പരാതി മുഖ്യമന്ത്രിക്ക് നേരിട്ട് ലഭിച്ചത് എന്നത് എല്ലാ അർത്ഥത്തിലും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. അത് രാഹുൽ ബ്രിഗേഡിനെ പോലും മെട്ടിലാക്കുന്ന ഒരു സാഹചര്യം ആണ് ഉള്ളത്. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം KPCCയുടെ മുൻ അധ്യക്ഷനായിട്ടുള്ള സുധാകരന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ പ്രതികരണം എന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ ഉയർന്നിട്ടുള്ളത് കൃത്യമായൊരു ഗൂഢാലോചനയാണ്. താൻ ഇതേക്കുറിച്ച് അന്വേഷിക്കുകയുണ്ടായി, അതിൽ ആ ചെറുപ്പക്കാരൻ നിരപരാധിയാണ് എന്നാണ് തനിക്ക് ബോധ്യമായത് എന്നുള്ളതാണ്. വളരെ മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവ് മാധ്യമങ്ങളോട് തുറന്ന് ഇത്തരത്തിൽ പ്രതികരണം നടത്തുമ്പോൾ അത് രാഹുലിനെ അനുകൂലിക്കുന്ന മറ്റുള്ളവർക്ക് വലിയ ഊർജം ആയിരുന്നു പകർന്നു നൽകിയത്. മാത്രവുമല്ല, കോൺഗ്രസിൻ്റെ KPCCയുടെ അധ്യക്ഷൻ അടക്കം പിന്നീട് സ്വീകരിച്ചിട്ടുള്ളത്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണല്ലോ, അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെക്കുറിച്ച് ഇനി കൂടുതൽ ചർച്ചകൾ വേണ്ട എന്ന മട്ടിലുള്ള പ്രതികരണമായിരുന്നു. അവിടെയും ഒരു തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനോട് വലിയ കൂടുതൽ നടപടികളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ വിമർശനങ്ങളിലേക്ക് പോകാൻ പാർട്ടി നേതാക്കൾ ഒരുക്കമല്ല എന്ന തരത്തിലുള്ള ഒരു സന്ദേശം കൂടിയാണ് ലഭിച്ചിരുന്നത്. പക്ഷേ ഇനി ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി നേരിടാൻ പോകുന്നത് വലിയ വെല്ലുവിളി തന്നെയാണ്, വലിയ പ്രതിസന്ധിയാണ് പാർട്ടി നേരിടാൻ പോകുന്നത് എന്നത് എടുത്തു പറയേണ്ടതാണ്. കാരണം നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്ത് തന്നെ പ്രത്യേകിച്ച് വനിതാ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉയരുന്ന പശ്ചാത്തലമുണ്ട്. രാഹുലിനെതിരെ നേരത്തെ ബിന്ദു കൃഷ്ണയും ഉമാ തോമസും ഉൾപ്പെടെ ഉള്ളവർ അതിരൂക്ഷമായ ഭാഷയിൽ ആണ് വിമർശനം ഉന്നയിച്ചത് എങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ടെലിവിഷൻ ചർച്ചയിലടക്കം പങ്കെടുത്തിട്ടുള്ള യൂത്ത് കോൺഗ്രസ് നേതാവ് സജ്ജന വലിയ വിമർശനമാണ് ഉയർത്തിയത്. അതുമാത്രവുമല്ല, AICCക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സജ്ജന പരാതി നൽകിയ പശ്ചാത്തലം കൂടിയുണ്ട്. അത് ഈ അതിജീവിതമാരിൽ നിന്ന് നേരിട്ട് വിവരങ്ങൾ ശേഖരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ്. സംഘടനാപരമായി അത്തരത്തിൽ
AICCക്ക് വലിയ ഉത്തരവാദിത്തമോ അല്ലെങ്കിൽ സാങ്കേതികമായ നിയമ സംവിധാനമോ ഒന്നുമില്ല എങ്കിൽ പോലും സംഘടനാ തലത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ ലേബലിൽ മത്സരിച്ച് വിജയിച്ച MLA ആയ ഒരു നേതാവിന് നേരെ യൂത്ത് കോൺഗ്രസിൻ്റെ വളരെ പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരു വനിതാ നേതാവ് ഔദ്യോഗികമായി പരാതി നൽകുമ്പോൾ ആ പരാതിയോട് മുഖം തിരിക്കുക എന്നതും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമാകുന്ന ഒന്നല്ല. അതോടൊപ്പം എടുത്തു പറയേണ്ടത്, സജിന ഇത്തരത്തിലൊരു പരാതി നൽകുമ്പോൾ സജിനയ്ക്കെതിരെ മറ്റു വനിതാ നേതാക്കൾ രംഗത്തെത്തുന്ന സാഹചര്യം കൂടി ഉണ്ടാകുന്നു. അതാകട്ടെ നേരിട്ട് ഈ സോഷ്യൽ മീഡിയയിലൂടെ ഓഡിയോയും വീഡിയോയും ഒക്കെയായി ഈ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നിട്ടുണ്ട് എന്നതാണ്. അതിൽ തന്നെ മഹിളാ കോൺഗ്രസ് നേതാവായിട്ടുള്ള രഞ്ജിത പുളിക്കൻ കഴിഞ്ഞ ദിവസം ആയിരുന്നു ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുകയും സജിനയെ അതിരൂക്ഷമായി വിമർശിക്കുകയും ചെയ്തത്. അതായത് സംഘടനയ്ക്ക് അകത്ത് തന്നെ, അത് യൂത്ത് കോൺഗ്രസിലേക്ക് എത്തുമ്പോഴും മഹിളാ കോൺഗ്രസിലേക്ക് എത്തുമ്പോഴും കോൺഗ്രസിൻ്റെ എല്ലാ സംഘടനാ സംവിധാനത്തിനകത്തും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ട് അഭിപ്രായങ്ങൾ ഉയരുന്നു, കടുത്ത ഭിന്നത ഉയരുന്നു എന്നുള്ളതായിരുന്നു. പക്ഷേ അപ്പോഴെല്ലാം ഈ പരാതിയില്ല എന്നത് വലിയൊരു ആശ്വാസമാവുകയും രാഹുലിനെ മാറ്റി നിർത്തി എന്ന തരത്തിൽ ഒരു പരിധിവരെയെങ്കിലും നേതാക്കൾക്ക് ഒഴിഞ്ഞു മാറാൻ സാധിച്ചിരുന്നു. ഇനി അങ്ങനെയല്ല സാഹചര്യം. എന്താണ് ഈ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ നിലപാട് എന്ന് നേതാക്കൾക്ക് കൃത്യമായി പറയേണ്ടതായി വരും. കാരണം ഇവിടെ ഇതാ ഒരു പരാതി ലഭിച്ചിരിക്കുന്നു. CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ME ഗോവിന്ദൻ ആവശ്യപ്പെടുന്നത് രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം രാജിവെക്കണം എന്നുള്ളതാണ്. BJP അടക്കം നമുക്കറിയാം പാലക്കാട് എന്നത് BJP എപ്പോഴും കണ്ണു നട്ടുവെച്ചിട്ടുള്ള ഒരു മണ്ഡലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ രാഹുലിനെ കൊണ്ട് രാജിവെപ്പിക്കുക, രാഹുലിനെതിരായ പ്രതിഷേധം ശക്തിപ്പെടുത്തുക എന്നത് BJPയുടെയും അജണ്ടയാണ്. ഇന്നലെ തന്നെ DYFIയുടെയും യുവമോർച്ചയുടെയും BJPയുടെയും എല്ലാം നേതൃത്വത്തിൽ MLAയുടെ ഓഫീസിലേക്ക് വലിയ പ്രതിഷേധം നടന്ന പശ്ചാത്തലമുണ്ട്. വരും മണിക്കൂറുകളിലും നമുക്ക് അത് പ്രതീക്ഷിക്കേണ്ടതുണ്ട്. അങ്ങനെ അന്തരീക്ഷത്തിലേക്ക് ഇനിയും രാഹുൽ മാങ്കൂട്ടം എന്ന ചർച്ച സജീവമാകുന്ന ഒരു പശ്ചാത്തലത്തിൽ എന്താണ് പാർട്ടിയുടെ നിലപാട്? അതായത് MLA സ്ഥാനത്ത് രാഹുൽ മാങ്കൂട്ടം തുടരുന്നതിനോട് ധാർമ്മികമായി കോൺഗ്രസ് പിന്തുണയ്ക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യമായി വരിക. ഈ ചോദ്യത്തെ ഇന്നലെ വരെ കോൺഗ്രസ് പ്രതിരോധിച്ചിരുന്നത് സമാനമായ തരത്തിൽ ആരോപണം നേരിടുന്ന നിരവധി ആളുകൾ CPIന് ഉള്ളിൽ ഇല്ലേ എന്നുള്ളതായിരുന്നു. മാത്രവുമല്ല, കേസ് എടുക്കുകയും FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുള്ള MLAമാർ, മുകേഷ് ഉൾപ്പെടെയുള്ള MLAമാർ ഇപ്പോൾ മുന്നണിയുടെ ഭാഗമാണ്. KB ഗണേഷ് കുമാറിനെ പോലെയുള്ള ആളുകൾ മുന്നണിയുടെ ഭാഗമാണ്. CPMൻ്റെ തന്നെ നേതാക്കളായിട്ടുള്ള PK ശശിയെ പോലെയുള്ളവരെ വളരെ പ്രധാനപ്പെട്ട പദവികളിൽ ഇരുത്തിക്കൊണ്ട് പാർട്ടി സംരക്ഷിക്കുന്നുണ്ട്. അങ്ങനെ സംരക്ഷണം ഒരുക്കുമ്പോൾ ഒരു പരാതി പോലും നിലവിലില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിക്കാൻ എന്ത് ധാർമ്മികമായ അവകാശമാണ് ഇവർക്കുള്ളത് എന്ന ചോദ്യമായിരുന്നു ഇന്നലെ വരെ കോൺഗ്രസിൻ്റെ പ്രതിരോധമെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു പരാതി ഉയർന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വെട്ടിലാക്കുന്നത്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ശ്രീജ, ഇപ്പോൾ ഒരു പരാതിക്കാരിയെ ഉള്ളൂ എന്നുള്ളതാണ്. ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ കൂടുതൽ പരാതിക്കാർ ഉണ്ടാകുമോ എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഇതിനോടകം തന്നെ നിരവധിയായ ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് മോശമായ അനുഭവം ഉണ്ടായിട്ടുണ്ട്, ഇത്തരം ചാറ്റുകൾ ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സംഭാഷണങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്ന തരത്തിലുള്ള പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഒരു പക്ഷേ കൂടുതൽ പരാതികൾ ഉയർന്നു വന്നാൽ അത് കോൺഗ്രസിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും വലിയ തോതിൽ പ്രതിരോധത്തിലാക്കും. ഒരു തരത്തിലും രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് രാഹുൽ അനുകൂലികൾ പോലും പോകുന്ന സാഹചര്യവും സൃഷ്ടിക്കപ്പെടും. മറുഭാഗത്ത് രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇതിനെ വലിയ ആയുധമാക്കി മാറ്റും എന്നതിൽ തർക്കമില്ല. അതുമാത്രവുമല്ല, ഇത് യഥാർത്ഥത്തിൽ CPMനെ സംബന്ധിച്ചിടത്തോളം നിലവിലെ സാഹചര്യത്തിൽ വലിയൊരു കച്ചിത്തുരുമ്പായി മാറിയിട്ടുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. നിരവധിയായ ആരോപണങ്ങൾ സർക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. പ്രത്യേകിച്ച് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയം, അതിനെ സർക്കാരിനെയും CPMനെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്ന സാഹചര്യമുണ്ട്. പത്മകുമാർ, N വാസു ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലായ പശ്ചാത്തലമുണ്ട്. അന്വേഷണം മുൻ ദേവസ്വം മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ആണ് ഉള്ളത്. പത്മകുമാർ ഏറ്റവും ഒടുവിൽ നൽകിയിട്ടുള്ള മൊഴി സംബന്ധിച്ച് മുൻ മന്ത്രിക്കും തന്ത്രിമാർക്കും ഒരുപോലെ വേണ്ടപ്പെട്ടവനായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അടുത്തത് കടകംപള്ളിയോ എന്ന ഒരു ചോദ്യം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇത്തരം പ്രതിരോധങ്ങളെല്ലാം UDF ശക്തിപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. സംസ്ഥാന സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യമുണ്ട്. ഏറ്റവും ഒടുവിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ലേബർ കോഡിൽ അടക്കം വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് പക്ഷപാതപരമായ ഒരു ഇടപെടൽ ഉണ്ടായി എന്നും മുന്നണിയിൽ ചർച്ചകൾ നടത്താതെയാണ് ഇപ്പോൾ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ന ആക്ഷേപമടക്കം UDFും കോൺഗ്രസും മുന്നോട്ട് വെക്കുന്നു. നമുക്കറിയാമല്ലോ, PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട തീരുമാനം മന്ത്രിസഭ അറിയാതെ, CPI അറിയാതെ, ഘടകകക്ഷികൾ അറിയാതെ ആണ് തീരുമാനിച്ചതെങ്കിൽ ലേബർ കോഡും അത്തരത്തിൽ ആണ് നടപ്പിലാക്കുക എന്ന
ഒരു രീതിയും അല്ലെങ്കിൽ എന്ന പ്രതീതിയും ഒക്കെ സൃഷ്ടിച്ച പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിന് ഐക്യമില്ല, മുന്നണിക്ക് ഐക്യമില്ല, അതോടൊപ്പം തന്നെ സർക്കാർ വലിയ വെല്ലുവിളികൾ നേരിടുന്നു. ഇതെല്ലാം രാഷ്ട്രീയ ആയുധമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ ആണ്. ഏറ്റവും അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം UDF ഉണ്ടായിരുന്നു. അപ്പോഴാണ് തെരഞ്ഞെടുപ്പിന് ഇന്നേക്ക് 10 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ഇന്നേക്ക് 10ാം ദിവസം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കേണ്ട ദിവസമാണ്. ആ സമയത്ത് UDFനെതിരെ, കോൺഗ്രസിനെതിരെ ഇത്രയേറെ വലിയ പ്രതിരോധത്തിലാക്കുന്ന ഒരു ആയുധം CPMന്, LDFന് വീണ് കിട്ടിയിരിക്കുന്നത്. ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാൻ, ഈ സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഈ പറഞ്ഞതുപോലെ 10 ദിവസം മാത്രം ബാക്കി നിൽക്കുകയാണ്. ഇത്ര ഗുരുതരമായ ഒരു പരാതി, എല്ലാവരും ഇതുവരെ പിടിച്ചു നിൽക്കുന്നത് ഒരു പരാതി ഉണ്ടോ എന്ന ചോദ്യത്തിലാണ്. അങ്ങനെ ഒരു പരാതി വന്നു കഴിഞ്ഞാൽ ഇനി പാർട്ടിക്ക് ഒരു തവണ നടപടി എടുത്തു എന്ന് പറഞ്ഞ് ഈ സാങ്കേതികമായ നടപടിയാണല്ലോ എടുത്തു കഴിഞ്ഞത്. ധാർമ്മികമായി രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് പ്രവർത്തകനായി, കോൺഗ്രസ് നേതാവായി തന്നെ പാലക്കാട് വളരെ സജീവമായി നിൽക്കുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. ഈ അവസാന ദിവസങ്ങളിൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ഇപ്പോൾ അഭിലാഷ് സൂചിപ്പിച്ച ഇത്രയും അനുകൂല സാഹചര്യങ്ങളെ മുഴുവൻ കൊണ്ട് അവസാനം കൊണ്ട് കലമുടച്ചു എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്കാണോ ഇപ്പോൾ എത്തിയിരിക്കുന്നത്? പൂർണ്ണമായിട്ട് നമുക്ക് അങ്ങനെ എത്താൻ കഴിയില്ല. കാരണം ഞാൻ പറയാൻ കാരണം, പാർട്ടിക്ക് ഇതിൽ ഒരു പിഴവ് സംഭവിച്ചതോ അല്ലെങ്കിൽ ഒരു കൃത്യമായ ഉത്തരം നൽകാൻ, വിശദീകരണം നൽകാൻ കഴിയാതെ പോകുന്നതായ ഒരേ ഒരു കാര്യമായിരിക്കും. അത് പാർട്ടി ഔദ്യോഗികമായി ഇങ്ങനെ ഒരു നടപടിയെടുക്കുകയും യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുകയും പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുകയും ഒക്കെ ചെയ്തിട്ടും, പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടും ഈ ആരോപണ വിധേയനായിട്ടുള്ള MLA പാലക്കാട് സജീവമാവുകയും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രാദേശിക നേതാക്കൾക്കൊപ്പം വീട് കയറുകയും അതല്ലാതെ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം ഇടപെടുകയും ഒക്കെ ചെയ്യുന്നത് വലിയ തരത്തിൽ ചർച്ചയായി മാറിയതാണ്. അതിന് ദേശീയ നേതാക്കളടക്കം നൽകിയ മറുപടി, പ്രാദേശികമായി എടുക്കുന്ന, പാർട്ടി ഔദ്യോഗികമായി എടുക്കേണ്ട നടപടി എടുത്തിട്ടുണ്ട്. മുതിർന്ന നേതാക്കൾ ആരും അദ്ദേഹവുമായി വേദി പങ്കിടുന്നില്ല. അതിനപ്പുറത്തേക്ക് പ്രാദേശികമായി നേതാക്കളോ സ്ഥാനാർത്ഥികളോ MLA എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം പ്രതീക്ഷിക്കുകയോ അങ്ങനെ സ്ഥാനാർത്ഥിക്കൊപ്പം വരണമെന്ന് ആവശ്യപ്പെടുകയോ ചെയ്താൽ, ജനപ്രതിനിധി എന്നത് പാർട്ടി നൽകിയ സ്ഥാനമല്ല, ജനങ്ങൾ നൽകിയ സ്ഥാനമാണ്. അവിടെ ജനങ്ങളുടെ പ്രതിനിധിയായി ജയിച്ചു വന്ന ഒരാൾ സ്ഥാനാർത്ഥിക്കൊപ്പം വീട് കയറാൻ പോകുന്നതിന് പാർട്ടിക്ക് തടയാൻ കഴിയില്ല. അത് പ്രാദേശികമായി നിലനിൽക്കുന്ന അവർ മാത്രം എടുക്കേണ്ട തീരുമാനമെന്നാണ്. ആ ഒരു കാര്യത്തിൽ മാത്രമാണ് ഔദ്യോഗികമായി പാർട്ടിക്ക് ഇതിന് വിശദീകരണം നൽകേണ്ടത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ സസ്പെൻഷൻ അങ്ങനെ തന്നെ തുടരുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷന് പകരം അധ്യക്ഷൻ ആ സ്ഥാനത്തേക്ക് കടന്നു വരികയും ചെയ്തു. അങ്ങനെ പാർട്ടിക്ക് കൃത്യമായി പറഞ്ഞു നിൽക്കാനുള്ള കാരണങ്ങളെല്ലാം അവിടെയുണ്ട്. പക്ഷേ വിശദീകരണം നൽകാൻ, ഉത്തരം നൽകാൻ പ്രതിസന്ധി നേരിടുന്നത് ഞാനിപ്പോൾ സൂചിപ്പിച്ച ഈ കാര്യത്തിൽ മാത്രമായിരിക്കും. പാലക്കാട് വീണ്ടും സജീവമായ രാഹുൽ മാങ്കൂട്ടത്തിൽ UDFന്റെ പല സ്ഥാനാർത്ഥികൾക്കിപ്പോൾ പ്രാദേശികമായി വീട് കയറാനും പ്രചാരണ പരിപാടികളുമൊക്കെ സജീവമായത് പാർട്ടി നേതൃത്വം കണ്ടില്ലേ എന്നൊരു ചോദ്യം വരും. ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ DCC നേതൃത്വം, പാലക്കാട് DCC നേതൃത്വത്തിന് ഒരു നന്നേ പാടുപെടേണ്ട ഒരു സാഹചര്യമുണ്ട്. അതായിരിക്കും അവിടെ നേരിടാൻ പോകുന്ന പ്രതിസന്ധി. പക്ഷേ പാർട്ടി നേതാക്കൾ, മുതിർന്ന നേതാക്കൾ, KPCC നേതൃത്വം, ഹൈക്കമാൻഡ് നേതൃത്വമൊക്കെ ഈ വിഷയത്തിലെടുക്കുന്ന ഒരു നിലപാട് മാത്രമായിരിക്കും. അത് ഈ ആരോപണം ഒരു പരാതിയായി നിയമ സംവിധാനങ്ങൾക്ക് മുമ്പിൽ എത്തുന്നതിന് മുമ്പ് തന്നെ പരാതിയിൽ ബോധ്യമുണ്ട് എന്ന് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി കർശനമായ നിലപാട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്തതാണ്. അതുകൊണ്ട് ആ പാർട്ടിയെ ഏതെങ്കിലും തരത്തിൽ അത് പ്രതികൂലമായി ബാധിക്കുമെന്നൊരു വിലയിരുത്തലിലേക്ക് നേതൃത്വം മുഴുവൻ എത്തിയിട്ടില്ല. അതേസമയം രാഷ്ട്രീയ പ്രചാരണത്തിന്റെ ദിശ മറുവശത്തേക്ക് മാറും. മാത്രമല്ല, ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട സ്ഥലത്ത് രാഹുൽ മാങ്കൂട്ടത്തിനുമായി ബന്ധപ്പെട്ട് BJPയും LDFും ഉന്നയിക്കാൻ പോകുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയും. അങ്ങനെ ഈ 10 ദിവസം പ്രചാരണത്തിന്റെ ദിശ ഈ വിഷയത്തിലേക്ക് വഴുതി മാറുന്ന ഒരു സാഹചര്യമായി കാര്യങ്ങൾ മാറും. അതിന് ജനങ്ങളുടെ കോടതിയിൽ അല്ലെങ്കിൽ ഈ ജനവിധി ഏത് തരത്തിൽ ആർക്കൊപ്പം നിൽക്കും എന്നതൊക്കെ നമുക്ക് ഡിസംബർ 13 മാത്രമേ അറിയാൻ കഴിയുള്ളൂ. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് സാങ്കേതികത്വം പറഞ്ഞ് നടപടിയെടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ കഴിയുമെങ്കിലും മറ്റ് വിമർശനങ്ങൾ LDFിനടക്കം എതിരെ ഉന്നയിച്ചുകൊണ്ട് പ്രചാരണ രംഗത്ത് സജീവമാകാനുള്ള നീക്കത്തിനുള്ള ഒരു തിരിച്ചടിയായി ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നുവന്ന പരാതിയും അതിലെടുത്തിരിക്കുന്ന കേസും അതുമായി ബന്ധപ്പെട്ടുണ്ടാകാൻ പോകുന്ന തുടർ നീക്കങ്ങളുമൊക്കെ മാറും. പ്രത്യേകിച്ച് ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ചടുലമായൊരു നീക്കം അല്ലെങ്കിൽ തിടുക്കപ്പെട്ട ഒരു അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ ഈ കേസിൽ ഒരുപക്ഷെ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അവർ വളരെ സാവകാശം മൊഴി രേഖപ്പെടുത്തി അതിനുശേഷം ഈ യുവതിയുടെ സുഹൃത്തുക്കളുടെയും അതോടൊപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികളുമായി ബന്ധമുള്ളവരുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം
സാവധാനം മാത്രമേ അടുത്ത നീക്കങ്ങളിലേക്ക് കടക്കുകയുള്ളായിരിക്കും. എന്തായാലും കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളാകും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന നിരീക്ഷണം എന്നതുകൂടി ഈ കേസിന്റെ ഗതി നിർണ്ണയിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ശരി, ഡാനാണ് വിവരങ്ങൾ നൽകിയത്. KP അഭിലാഷ് ഒരിക്കൽ കൂടി. അഭിലാഷ്, ഇനി അറിയേണ്ടത് എന്തായിരിക്കും രാഹുലിന്റെ അടുത്ത നീക്കം എന്നതാണ്. നേരത്തെ ഞാൻ ഡാനോട് ചോദിച്ചതുമാതിരി ഇന്നലെ ഈ വാർത്ത വന്നപ്പോൾ തൊട്ട് ഈ പെൺകുട്ടി 4 മണിക്ക് ശേഷം മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകി എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ തൊട്ട് അതുവരെ പ്രചാരണ രംഗത്ത് സജീവമായിരുന്ന രാഹുൽ പിന്നീട് അപ്രത്യക്ഷനാവുകയായിരുന്നു. ഓഫീസ് പൂട്ടിക്കിടക്കുകയാണ്, ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആണ്. രാഹുലുമായി ബന്ധപ്പെട്ട ആർക്കും രാഹുൽ എവിടെയാണ് എന്നൊരു ഉത്തരം നൽകുന്നുമില്ല. എന്തായിരിക്കും അടുത്ത നീക്കം? കോടതിയെ സമീപിക്കുന്നു എന്ന് പറയുന്നു. ഇന്നലെ തൊട്ട് ഈ കുട്ടി വിവാഹിതയായിരുന്നു എന്നൊരു തരത്തിലൊരു ക്യാപ്സ്യൂളൊക്കെ രാഹുലുമായി അടുത്ത ബന്ധമുള്ളവർ പുറത്തുവിടുന്നുണ്ട്. പക്ഷെ അപ്പോഴും ആരായാലും ശരി, വിവാഹിതയാണെങ്കിലും സ്വന്തം ഭാര്യയാണെങ്കിലും ഫോഴ്സ്ഡ് പ്രഗ്നൻസി, ഫോഴ്സ്ഡ് അബോർഷൻ, ഇത് രണ്ടും കുറ്റകരമായ ഒരു കാര്യം കൂടിയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും അത് ഈ ക്യാപ്സ്യൂളുകൾക്കപ്പുറത്ത് രാഹുലിനെ കുരുക്കുന്ന കാര്യമല്ലേ? ശ്രീജ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ, അതായത് ഇതുവരെയും ഔദ്യോഗികമായ ഒരു പരാതിയില്ല എന്നതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആത്മവിശ്വാസമെങ്കിൽ പിന്നീട് ആ സാഹചര്യം മാറുകയാണ്. ഇന്നലെ കണ്ണാടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വളരെ സജീവമായിരുന്ന രാഹുൽ മാങ്കൂട്ടം ഈ പരാതി ലഭിച്ച നിമിഷം തന്നെ ഫേസ്ബുക്കിലൂടെ പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിൽ അദ്ദേഹം സൂചിപ്പിച്ചത് ജനകീയ കോടതിയിലും നീതിന്യായ കോടതിയിലും താൻ സത്യം തെളിയിക്കും, ഏറ്റവും ഒടുവിൽ സത്യമേവ ജയതേ എന്ന FB പോസ്റ്റ് കൂടി കുറിച്ചിരുന്നു. പക്ഷേ അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആണ്. രാഹുൽ മാങ്കൂട്ടം എവിടെ എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഇല്ലാത്ത സാഹചര്യമാണുള്ളത്. എന്തായാലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത പശ്ചാത്തലത്തിൽ എത്രയും പെട്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെത്തുക എന്നത് ഇനി പോലീസിൻ്റെയും ദൗത്യമായി വരും. അവിടെ രാഹുൽ മാങ്കൂട്ടം ഇതിനു മുമ്പ് തന്നെ ചില നിയമപരമായ വശങ്ങൾ തേടിയിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകനായ ജോർജ് പൂന്തോട്ടത്തിൻ്റെ ഇന്നലെ ഉണ്ടായിട്ടുള്ള പ്രതികരണങ്ങളിലടക്കം രാഹുൽ മാങ്കൂട്ടം ഇതിനെ നിയമപരമായി നേരിടാൻ നേരത്തെ തന്നെ തയ്യാറായിരുന്നു എന്ന് വേണമാണ് നമുക്ക് മനസ്സിലാക്കാൻ. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ആദ്യമുണ്ടാകുന്നത് മുൻകൂർ ജാമ്യം തേടുക എന്നുള്ളതാണ്. സമാനമായ തരത്തിലുള്ള ആരോപണങ്ങൾ ജനപ്രതിനിധികൾക്ക് നേരെ ഇതിനു മുമ്പും ഉയർന്നു വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ നമുക്കറിയാം റാപ്പർ വേടനും സമാനമായ തരത്തിലായിരുന്നു. 3 സ്ത്രീകൾ ഉൾപ്പെടെയാണ് ഈ ലൈംഗിക പീഡന പരാതി നൽകിയത്. പക്ഷേ മുൻകൂർ ജാമ്യം ലഭിച്ച പശ്ചാത്തലമുണ്ട്. അതുപോലെയുള്ള ഒരു മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയുള്ള ശ്രമം ആണ് ഇനി നടക്കാൻ പോകുന്നത്. അത് ഏത് കോടതിയായിരിക്കും സമീപിക്കുക എന്നതാണ് വ്യക്തമാകേണ്ടത്. അത് FIR രജിസ്റ്റർ ചെയ്താൽ ഉടൻ കോടതിയെ സമീപിക്കും എന്നതായിരുന്നു ജോർജ് പൂന്തോട്ടത്തിൻ്റെ പ്രതികരണം. ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്ത പശ്ചാത്തലത്തിൽ നിലവിൽ സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം ഇത്തരം വിഷയങ്ങളിൽ സെഷൻസ് കോടതിയാണ് ആദ്യം സമീപിക്കേണ്ടത് എന്നുള്ളതാണ്. പക്ഷേ അന്വേഷണ സംഘത്തിൻ്റെ സ്വഭാവം ഉൾപ്പെടെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും ഇനി മുൻകൂർ ജാമ്യാപേക്ഷ എവിടെ നൽകണമെന്നതിൽ തീരുമാനമെടുക്കുക. ഒപ്പം അന്വേഷണ സംഘവും ഒരു നീക്കം നടത്തുന്നത് കോടതിയിൽ അപേക്ഷ നൽകി അതിജീവിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അതായത് രാഷ്ട്രീയമായി ഏറെ കോളിളക്കം സൃഷ്ടിക്കുന്ന ഒരു കേസ് ആണ്. മാത്രവുമല്ല സമ്മർദ്ദം ഏത് തലത്തിൽ നിന്ന് വേണമെങ്കിലും ഉണ്ടാകാം. ഇപ്പോഴും ഈ അതിജീവിത പരാതി നൽകിയിട്ടുള്ളത് ചില രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ്, ഇടതുപക്ഷത്തിൻ്റെയും CPM-ൻ്റെയും ഒക്കെ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ന പ്രതിരോധം കോൺഗ്രസ് തീർക്കുന്ന സാഹചര്യമുണ്ട്. നാളെ സമ്മർദ്ദത്തിന് വിധേയമായി ഈ പരാതിയിൽ നിന്ന് പിന്മാറുകയോ മൊഴിയിൽ നിന്ന് മാറുകയോ ചെയ്യുവാനുള്ള സാധ്യത അന്വേഷണ സംഘം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കോടതിയിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തുവാനുള്ള അപേക്ഷ നൽകുവാനുള്ള സാധ്യതയും മുന്നിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം നിയമ നടപടികളെ നേരിടാനുള്ള തയ്യാറെടുപ്പിൽ ആണ് രാഹുൽ മാങ്കൂട്ടം. അതോടൊപ്പം തന്നെ ഇപ്പോൾ ശ്രീജ സൂചിപ്പിച്ചതുപോലെ ഈ യുവതിയുടെ പശ്ചാത്തലം ഇതുവരെ എന്ത് എന്നത് സംബന്ധിച്ച് നമുക്കറിയാം. അതിജീവിതയുടെ പരാതി ഉയരുമ്പോൾ അതിൻ്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കേണ്ടത് നമ്മൾ എല്ലാവരുടെയും ഉത്തരവാദിത്വം തന്നെയാണ്. അപ്പോഴും ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ എങ്ങനെയാണ് ഈ യുവതിയെ ഇര എന്ന് വിശേഷിപ്പിക്കുക, ഇര ആരാണ് എന്നത് അറിയാത്തവരാണ് ഇര എന്ന വിശേഷണം ഈ യുവതിക്ക് നൽകുന്നത് എന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങൾ ഉയർത്തുകയാണ്. അതൊരു പക്ഷേ രാഹുൽ മാങ്കൂട്ടവുമായി ചേർന്ന് നിൽക്കുന്ന ആളുകൾ തന്നെ ആയിരിക്കാം നൽകുന്നത്. പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ടത് ശ്രീജ, ഇവിടെ ഒരു പരാതി ഔദ്യോഗികമായി ലഭിച്ച പശ്ചാത്തലത്തിൽ ആ പരാതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇനി നിയമ പോരാട്ടത്തിലേക്ക് കടക്കുമ്പോൾ കോടതിയിൽ ഇക്കാര്യങ്ങൾ തീർച്ചയായും ചർച്ച ചെയ്യപ്പെടും. അതായത് ഇരയുടെ രഹസ്യ സ്വഭാവം, ഇരയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ സൂക്ഷിക്കുകയും ആ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുകയും ചെയ്യണം എന്ന് പറയുമ്പോൾ പോലും ഇപ്പോൾ തന്നെ പുറത്തു വരുന്ന ഇര വിവാഹിതയാണ് എന്നും വിവാഹം കഴിഞ്ഞിട്ട് ഏറെ നാളായിട്ടില്ല എന്നും എവിടെ വെച്ചാണ് ഈ ഗർഭധാരണത്തിന് കാരണമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിൽ ഇവർ ഏർപ്പെട്ടത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയാകുന്ന പശ്ചാത്തലമുണ്ടാകാൻ പോകുന്നു. കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിട്ടുള്ള വാട്സപ്പ് ചാറ്റിൽ നീ ഗർഭിണിയാകാൻ തയ്യാറാകൂ എന്ന് പറയുമ്പോൾ മറിച്ച് ഈ ഇരയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രതികരണം എന്നത് പിൽസ് മുഖ്യം എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഏതെങ്കിലും തരത്തിൽ മാനസികമായ
വളർച്ചാക്കുറവുള്ള, അതായത് മാനസികമായി ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ബോധമില്ലാത്ത ഒരു സ്ത്രീയല്ല, അല്ലെങ്കിൽ പ്രായപൂർത്തിയല്ലാത്ത ആകാത്ത ഒരു സ്ത്രീയല്ല എന്ന മട്ടിൽ ഉള്ള ഒരു നിരീക്ഷണത്തിലേക്ക് അടക്കം ആണ് ഈ കോൺഗ്രസ് അനുഭാവികളും ഒപ്പം ഇപ്പോൾ അഭിഭാഷകനും എത്തിയിട്ടുള്ളത്. ഇതെല്ലാം കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് അനുകൂലമാകും. അതായത് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ഒരു ലൈംഗിക ബന്ധം തന്നെയാണ് നടന്നിട്ടുള്ളത്. ഈ ഗർഭധാരണത്തെക്കുറിച്ചും ഗർഭഛിദ്രത്തെക്കുറിച്ചുമൊക്കെ ധാരണയുള്ള യുവതിയാണ് എന്ന വാദം ആയിരിക്കും ഇനി ജാമ്യാപേക്ഷയിലടക്കം ഉന്നയിക്കാൻ പോകുന്നത്. മാത്രവുമല്ല, എന്തുകൊണ്ട്, അതായത് ഇത്തരം ലൈംഗിക ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് ഏതാണ്ട് 3 മാസമാകുമ്പോൾ പോലും ഈ യുവതി ആ സംഘത്തിന് പരാതി നൽകിയില്ല. മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകുമ്പോൾ അതിന് ചില രാഷ്ട്രീയ ഗൂഢലക്ഷ്യങ്ങളുണ്ട്. ഒരു ജനപ്രതിനിധിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢാലോചനയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നത് അടക്കമുള്ള ആരോപണങ്ങൾ തന്നെയായിരിക്കും. ശരി അഭിലാഷ്, പക്ഷേ അപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നേരത്തെ പറഞ്ഞതുപോലെ വിവാഹിതയായിരുന്നു അല്ലെങ്കിൽ പ്രായപൂർത്തിയായ സ്ത്രീയാണ്, എല്ലാം അറിയാമായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴും അത് ചോദിക്കുന്നവർ അറിയേണ്ടത് നിർബന്ധിത ഗർഭധാരണവും, ഒരു സ്ത്രീ തൻ്റെ താല്പര്യമില്ലാതെ ഗർഭം ധരിക്കാൻ ആ സ്ത്രീയെ സമ്മർദ്ദം ചെലുത്തുന്നതും, ആ സ്ത്രീയുടെ സമ്മതമില്ലാതെ താല്പര്യമില്ലാതെ നിർബന്ധിതമായി ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്നതും സമ്മർദ്ദം ചെലുത്തുന്നതും ഇന്നാട്ടിൽ ഭാരതീയ ന്യായ സംഹിത പ്രകാരം ജീവപര്യന്തം വരെ ലഭിക്കാവുന്ന 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളാണ്. അപ്പോൾ ആ ചാറ്റുകളൊക്കെ, ഇപ്പോൾ പുറത്തു വന്ന ചാറ്റുകളൊക്കെ നിലനിൽക്കുമ്പോൾ അത് മറ്റൊരു തരത്തിൽ തിരിച്ചടിയായി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും അടുത്തത് നിയമപരമായി രാഹുലിൻ്റെ ഭാഗത്തു നിന്ന് എന്ത് നീക്കമാണ് ഉണ്ടാവുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ട് ഹൈക്കോടതിയെ സമീപിക്കുമോ, മുൻകൂർ ജാമ്യത്തിനായി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇനി അറിയേണ്ടത്. ഒരുപക്ഷെ ഈ പകലിൽ തെളിഞ്ഞു വരാൻ പോകുന്ന വാർത്തകൾ അതായിരിക്കും. അന്വേഷണ സംഘത്തിൻ്റെ അടുത്ത നീക്കം, ഒപ്പം രാഹുൽ എന്ത് ചെയ്യാൻ പോകുന്നു? ഇടവേളയ്ക്ക് ശേഷം നമുക്ക് മറ്റു വാർത്തകളിലേക്ക് വരാം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ റിമാൻഡിലുള്ള മുൻ ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററും 2ാം പ്രതിയുമായ മുരാരി ബാബു ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു. കൊല്ലം വിജിലൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിലാണ് മുരാരി ബാബു ഇന്ന് ഹൈക്കോടതിയിൽ ജാമ്യഹർജി സമർപ്പിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട എല്ലാ അന്വേഷണങ്ങളോടും സഹകരിച്ചിട്ടുണ്ടെന്നും ഒരു മുൻ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ പറയാനില്ലെന്നും മുരാരി ബാബു ഹർജിയിൽ പറയുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചാണ് മുരാരി ബാബു ജാമ്യം തേടുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഇന്ന് 2 പ്രതികളുടെ മുൻകൂർ ജാമ്യ ഹർജികൾ ഹൈക്കോടതി പരിഗണിക്കും. 4ാം പ്രതിയായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീ, 6ാം പ്രതിയായ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാർ എന്നിവരുടെ മുൻകൂർ ജാമ്യ ഹർജികളാണ് കോടതി പരിഗണിക്കുക. സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാൻ 2019 ഉത്തരവിറക്കിയെന്നാണ് ജയശ്രീയുടെ പേരിലുള്ള ആരോപണം. വിചാരണ കോടതികൾ മുൻകൂർ ജാമ്യം നിഷേധിച്ചതിനെ തുടർന്നാണ് ഇവർ ഹൈക്കോടതിയെ സമീപിച്ചത്. ശബരിമലയിലെ ഏറ്റവും സവിശേഷമായ വഴിപാടുകളിൽ ഒന്നാണ് പടിപൂജ. ആധ്യാത്മികവും ആത്മീയവുമായ അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്ന 18 പടികളെ പൂജിക്കുന്നതിനാലാണ് പൂജ ശ്രേഷ്ഠമാവുന്നത്. പതിനെട്ട് പടിയിലെ ഓരോ പടിയെയും പ്രത്യേകം പൂജിക്കുന്ന ദൈർഘ്യമേറിയ പൂജാവിധിയാണ് പടിപൂജ. കലശപൂജയ്ക്ക് ശേഷം ഓരോ പടിയിലും കുടികൊള്ളുന്ന വനദേവതമാരെ പ്രത്യേകം പൂജിച്ച് അഭിഷേകം ചെയ്ത് ദീപാരാധന നടത്തുകയാണ് ചടങ്ങ്. സന്നിധാനത്തിന് ചുറ്റുമുള്ള 18 മലകളിലെ വനദേവതമാരെയാണ് ഓരോ പടിയിലും അധിവസിപ്പിച്ചിരിക്കുന്നത് എന്നാണ് വിശ്വാസം. പൊന്നമ്പലമേട്, ഗൗഡൻമല, നാഗമല, സുന്ദരമല, ചിറ്റമ്പലമല, ഖൽഗിമല, മാതങ്കമല, മയിലാടുംപേട്ട, ശ്രീപാദമല, ദേവർമല, നിലയ്ക്കൽമല, തലപ്പാറമല, പുതുശ്ശേരിമല, കാളകെട്ടിമല, ഇഞ്ചിപ്പാറമല, കരിമല, നീലിമല, ശബരിമല എന്നിവയാണ് 18 മലകൾ. എന്നാൽ ഇതിനപ്പുറം 18 പടികൾക്ക് ആത്മീയമായ വ്യാഖ്യാനവുമുണ്ട്. ആദ്യത്തെ 5 പടികൾ കാഴ്ച, കേൾവി, ഗന്ധം, രുചി, സ്പർശം എന്നീ 5 ഇന്ദ്രിയാനുഭവങ്ങളെയും 6 മുതൽ 13 വരെയുള്ള 8 പടികൾ കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, അഹംഭാവം, അസൂയ എന്നീ 8 വൈകാരിക ഭാവങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. 14 മുതൽ 16 വരെയുള്ള 3 പടികൾ സത്ത്, രജസ്,
തമസ് എന്നീ 3 ഗുണങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. 17-ാം തൃപ്പടി അവിദ്യയെയും 18-ാം തൃപ്പടി വിദ്യയെയും പ്രതിനിധാനം ചെയ്യുന്നു. വിദ്യ അടക്കമുള്ള ലൗകികമായ എല്ലാ ഭാവങ്ങളും കടന്ന് പരമമായ ബോധാവസ്ഥയിലേക്ക് എത്തുകയാണ് 18 പടികളും ചവിട്ടിക്കയറി സന്നിധാനത്തെത്തുന്ന തീർത്ഥാടകർ. അതുകൊണ്ടാണ് 41 ദിവസത്തെ വ്രതനിഷ്ഠയ്ക്ക് ശേഷം ഇരുമുടിക്കെട്ടുമായി വരുന്നവർക്ക് മാത്രമായി 18-ാം പടി കടന്നുള്ള ദർശനം പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂസ് 18 സന്നിധാനം. ഇനി ഈ സന്നിധാനത്തെ തിരക്ക് നോക്കാം. ശബരിമലയിൽ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ന് തിരക്ക് കുറവാണ്. 26,838 പേരാണ് ഇന്ന് വെർച്വൽ ദർശന സംവിധാനം വഴി ക്ഷേത്രത്തിലെത്തിയത്. ബോർഡ് അവലോകന യോഗത്തിന് ശേഷം കെ ജയകുമാറും ശബരിമല സന്നിധാനത്തെത്തി. സജീവ് സി വാര്യർ വിവരങ്ങളുമായി. സജീവ്, ഇനിയിപ്പോൾ ആഴ്ച അവസാനമാണ്, ഇനി വലിയ തിരക്കായിരിക്കും. നാളെയും മറ്റന്നാളും എന്തായാലും അനുഭവപ്പെടുക. അപ്പോൾ ഇന്ന് ഒരു ചെറിയ ഇടവേളയായിരിക്കും. തിരക്ക് കുറവുള്ളൊരു ദിവസമാണോ? ശ്രീജ, ഇന്നലെ രാത്രി നേരിയ തോതിൽ തിരക്ക് കുറഞ്ഞതിന്റെ പ്രതിഫലനമാണ് ഇന്ന് രാവിലെ അനുഭവപ്പെടുന്നത്. എന്നാൽ വീണ്ടും തീർത്ഥാടകർ എത്തിത്തുടങ്ങിയതിന്റെ സൂചനകളാണ് നിലയ്ക്കൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. നിലയ്ക്കലും പമ്പയിലും തിരക്ക് കൂടി തുടങ്ങുന്നു എന്ന് ഇപ്പോൾ വിവരം ലഭിക്കുന്നുണ്ട്. 27,000-ഓളം പേരാണ് ഇന്ന് രാവിലെ 7 മണി വരെ മല ചവിട്ടിയത്. അതേസമയം ഇന്നലെ 95,000 പേർ തീർത്ഥാടകർ എത്തി എന്നാണ് ദേവസ്വത്തിന്റെ കണക്കുകൾ. ഏതായാലും വരും ദിവസങ്ങളിൽ ഇപ്പോൾ ശ്രീജ പറഞ്ഞ പോലെ തന്നെ ആഴ്ച അവസാനമാണ്, അവധി ദിവസങ്ങൾ വരുന്നു. ഇപ്പോൾ ആ സമയത്ത് കൂടുതൽ തിരക്കുണ്ടാവാൻ സാധ്യത ഉണ്ട്. അതിന് തൊട്ടു മുമ്പുള്ള ഒരു ആശ്വാസം എന്ന നിലയിലാണ് ഇന്നലെ തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവ് വന്നത്. എന്നാൽ നിയന്ത്രിതമായ രീതിയിൽ തന്നെ തീർത്ഥാടകരെ മലയിലേക്ക് കയറ്റിവിടാനുള്ള ഒരു സംവിധാനമാണ് പോലീസും ദേവസ്വം ബോർഡും അടക്കമുള്ള അധികൃതർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതായത് പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ മല കയറ്റുമ്പോൾ സന്നിധാനത്ത് തിരക്ക് അനുഭവപ്പെടാത്ത രീതിയിൽ സംവിധാനം ഒരുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പമ്പയിൽ നിന്ന് അതുപോലെ നിലയ്ക്കൽ നിന്ന് വാഹനങ്ങൾ കടത്തിവിടുമ്പോഴും ഈ ജാഗ്രത പുലർത്തുന്നുണ്ട്. ഒപ്പം തന്നെ സന്നിധാനത്തേക്ക് മരക്കൂട്ടത്തും അതുപോലെ ശബരിപീഠത്തിലും എല്ലാം തന്നെ നിയന്ത്രിതമായ രീതിയിൽ ആളുകളെ കയറ്റിവിടുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണാം. തീർത്ഥാടകർ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് സുഗമമായ രീതിയിൽ കയറി 18-ാം പടിയിൽ ദർശനം നടത്താനുള്ള സാഹചര്യം ഒരുങ്ങുന്നു. ഇപ്പോൾ ഉഷപൂജയുടെ സമയമാണ്. തീർത്ഥാടകർ സന്നിധാനത്തേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. ഇന്ന് രാവിലെ വീണ്ടും തീർത്ഥാടകരുടെ എണ്ണത്തിൽ വർധന ഉണ്ടാകുന്നു എന്ന സൂചന ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അതേസമയം ദേവസ്വം പ്രസിഡന്റ് കെ ജയകുമാർ ഇന്നലെ സന്നിധാനത്ത് എത്തിയിരുന്നു. എരുമേലിയിലെ അവലോകന യോഗത്തിന് ശേഷമാണ് അദ്ദേഹം എത്തിയത്. ഇന്ന് അദ്ദേഹം ഇവിടെ തുടരുന്നുണ്ട്. ഉച്ചയ്ക്ക് മുമ്പായിട്ട് അദ്ദേഹം മലയിറങ്ങുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. അതായത് അന്നദാനത്തിൽ പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. കേരള സദ്യ അടക്കമുള്ള രീതിയിലായിരിക്കും അന്നദാനം എന്ന് വ്യക്തമാക്കിയിരുന്നു അദ്ദേഹം. അതിനുള്ള ആലോചന യോഗങ്ങളും ഒപ്പം അത് ഉടനെ നടപ്പാക്കുന്ന കാര്യത്തിലും ആണ് പ്രാധാന്യമെന്ന് ഇന്നലെ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞിരുന്നു. ഏതായാലും സുഗമമായ രീതിയിലുള്ള ദർശനം സാധ്യമാക്കുന്ന പ്രവർത്തനങ്ങളിലാണ് അധികൃതർ. ശരി, സജീവ് സി വാര്യരാണ് വിവരങ്ങൾ നൽകിയത് ശബരിമല സന്നിധാനത്തിൽ. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിന് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പ്രചാരണം ഉച്ച സ്ഥായിലാണ്. നമുക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകൾ നോക്കാം. തിരുവനന്തപുരത്ത് ഏറ്റവും സജീവമായ രാഷ്ട്രീയ ചർച്ചകളും രാഷ്ട്രീയ മത്സരവും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് ചാല. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ചാല മാർക്കറ്റ് രാഷ്ട്രീയം കൊണ്ടും വിൽപ്പന കൊണ്ടും ഒക്കെ സജീവമാണ്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ചാല മാർക്കറ്റ് എങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത് എന്ന് നോക്കാം. സാരൻ സുധാകരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗമാണ് ചാല മാർക്കറ്റ്. സമൂഹത്തിന്റെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും എന്നും ചാല മാർക്കറ്റിലേക്ക് എത്തും. ഇവിടുത്തെ വ്യാപാരികൾക്കും രാഷ്ട്രീയമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലും അവർക്കും ചിലത് പറയാനുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം.
ഇത്തവണത്തെ ഒരു ചിത്രം എങ്ങനെയായിരിക്കും? മാറ്റം ഉണ്ടാവുമോ അല്ലെങ്കിൽ ഭരണ തുടർച്ചയായിരിക്കും തിരുവനന്തപുരത്തിന്റെ? അല്ല, മാറ്റം ഉണ്ടാവണം. കാരണം അങ്ങനെയാണെങ്കിലല്ലേ നമുക്ക് ഒരു സ്പിരിറ്റ് ഉണ്ടാവുകയുള്ളൂ. നമുക്ക് ഇല്ലാത്ത കാരണം എന്തൊക്കെ കഴിഞ്ഞ പ്രാവശ്യം എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതിനെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ അത് ഓപ്പോസിഷൻ വന്നാലേ അതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ, പ്രയോജനപ്പെടുകയുള്ളൂ. അതെ, ഇലക്ഷൻ ഇപ്പം ഒന്നും പറയാറായിട്ടില്ല. പക്ഷെ തീപാറും പോരാട്ടമെന്നാണ് എല്ലായിടത്തും പറയുന്നത്. പക്ഷെ ആ പോരാട്ടമൊന്നും കാണാനില്ല. അത് ഇനി ദിവസമുള്ളത് കൊണ്ട് ചിലപ്പം അങ്ങനെ ആയിരിക്കാൻ തോന്നുന്നു. ഇപ്പം പൊതുവേ നോക്കുമ്പോഴത്തേക്ക് വീട് കയറിയുള്ള പ്രവർത്തനമാണ് കൂടുതൽ. അല്ലാതെ ചാലയിൽ മൊത്തത്തിലൊരു എന്താ പറയുക, അങ്ങനെ ഒരു ഇതില്ല. ഞാൻ നോക്കത്തിട്ട് ഇവിടെ നമ്മളിപ്പോൾ ഒരാഴ്ചയായിട്ട് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ പൊതുവേ ചാലയ്ക്കകത്ത് വീടുകളെന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഉള്ളൂ. അപ്പോൾ ആ രീതിക്ക് കൊള്ളാം ഒരു പ്രവർത്തനമാണ്. ഏകദേശം എല്ലാവരും ഒരുപോലെ തന്നെയല്ലോ. ചാലയിലെ പ്രധാനപ്പെട്ട കൊടിക്കടയിലാണ്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വ്യാപാരം എങ്ങനെയുണ്ട്. മൊത്തത്തിൽ കൊടി വ്യാപാരമാണ് ഇപ്പോൾ മെയിനായിട്ട് നടക്കുന്നത്. അപ്പം പല രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികൾ അങ്ങനെയുള്ള പുതിയതായിട്ടുള്ള ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്ട് വോട്ടിംഗ് മെഷീൻ. ഇത് ഒരുപാട് ചിലവായി പോകണമെന്ന് ഈ സാധനം. ചിഹ്നം, അതിൻ്റെ സ്ഥാനാർത്ഥിൻ്റെ പേര്, എന്നിട്ട് എത്രാമത്തെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെ ആണെന്നുണ്ടെങ്കിൽ രസീത് കാണിച്ചു കൊടുക്കാൻ പറ്റും. അതിപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിൽ വന്നതാണ്. ഇപ്പം ആൾക്കാർ ഒരുപാട് വാങ്ങുന്നുണ്ട്. അത് തന്നെ ഈ അറിയാത്തവർക്ക്, ആദ്യമായിട്ട് വോട്ട് ചെയ്യണവർ, അല്ലാത്ത ഈ വയസ്സായവർ, അവർക്കൊക്കെ ഇത് ഉപകാരമാണ്. ഇത്രാമത്തെ ചിഹ്നം, ഇന്നതാണ് നമ്മളെ ചിഹ്നം, ഇതാണ് നമ്മളെ സ്ഥാനാർത്ഥി, ഫോട്ടോ വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം, ഇത്രാമത്തെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അല്ലാതെ ഇതേപോലത്തെയൊക്കെ വന്നിട്ടുണ്ട് കൊടികളെ. ആ ടൈപ്പ് പോയ വർഷമൊന്നും ഇല്ലായിരുന്നു, ഈ പ്രാവശ്യം വന്നതാണ് അതൊക്കെ. പിന്നെ നമത് ചിഹ്നം എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് ആ നീളത്തിന് കിടക്കുന്നില്ലേ, ആ സൈഡിൽ നീളം കൂടിയതാണ് നമത് ചിഹ്നം എന്ന് പറഞ്ഞിട്ട്. എല്ലാ ചിഹ്നത്തിൻ്റെയും വന്നിട്ടുണ്ട്. ഇലക്ഷൻ വന്നതല്ലേ ഉള്ളൂ. അതെ അതെ അതെ, കുഴപ്പമില്ല, കച്ചവടം കുഴപ്പമില്ല. നല്ല രീതിയിലുള്ള ചാലയില കൊടിക്കടയെന്ന് പറഞ്ഞാൽ ഇതാണ് ഫേമസ് ആണ്. ഇവിടെ ഇടതുപക്ഷം നല്ല രീതിയിൽ കയറി വരും, വരാൻ സാധ്യത ഉണ്ട് 100%. മൊത്തത്തിൽ അതൊക്കെ ഒരു സൈഡിൽ കൂടി കിടക്കുക. അത് വിവാദം പണ്ടേ ഉള്ളതാണല്ലോ, ഇതിൻ്റെ കൂടെ ഉള്ളതാണല്ലോ വിവാദങ്ങൾ. അത് ഇതുമായിട്ട് കൂട്ടിക്കൊഴിക്കേണ്ട കാര്യമില്ല. അതങ്ങനെ ഒരു സൈഡിൽ പൊയ്ക്കോളും, ഇതിങ്ങനെ ഒരു സൈഡിൽ പൊയ്ക്കോളും. തിരുവനന്തപുരത്ത് ഇപ്പോൾ കോർപ്പറേഷനിൽ നമ്മളെ പഴയ ആളുകൾ LDF ഉറപ്പാണ്. ആരെ മാറ്റമൊന്നുമില്ല. എന്നാലേ പിന്നെ മറ്റുള്ളവർക്കൊക്കെ നേട്ടമുള്ളൂ. ഇലക്ഷൻ ട്രിവാൻഡ്രത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ വരും. അതൊക്കെ എപ്പോഴും ഉള്ളതല്ലേ. പിന്നെ ഇതിനെ മത്സരം ഉണ്ടാവും, പക്ഷേ കമ്മ്യൂണിസ്റ്റ് തന്നെ വരും. മാറ്റമൊന്നും ഉണ്ടാവില്ല. വേറെ ആര് വരാതിരിക്കുന്നു? തമ്മിലടിയല്ലേ എല്ലാവരും. അത് കാരണം ആരും വരാൻ ചാൻസ് ഇല്ല, അവർ തന്നെയാണ്. അതുമല്ല, പാവപ്പെട്ടവർക്ക് നേട്ടങ്ങൾ അവർ വന്നാലൊക്കെ ഉള്ളൂ. ഇപ്പോഴും ഉണ്ടല്ലോ, 5 വർഷം കൂടുമ്പം ക്ഷേമ പെൻഷൻ വരെ കൂട്ടുകയല്ല. മറ്റവർ കയറുമ്പോൾ നിർത്തുമെന്നല്ലേ പറയുന്നത്. അതൊക്കെ അവർക്ക് നഷ്ടമാണെന്നല്ലേ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് അവർ വരുന്നത്? ഭരണമെന്ന് വിചാരിക്കുന്നവർ പോലും ഇത് കേൾക്കുമ്പോൾ മടുത്തു പോകും. നല്ലായിരിക്കും, നല്ല ഉപദേശം കിട്ടും. തീർച്ചയായും ഇല്ലല്ല. ഇതൊക്കെയാണ് ചാലയിലെ തെരഞ്ഞെടുപ്പ് ചിന്തകൾ. വളരെ സജീവമായി പ്രചാരണവും ചർച്ചകളും ഒക്കെ നടക്കുന്ന ചാല മാർക്കറ്റിൽ നിന്നുള്ള ആളുകളുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഇന്നത്തെ ദിവസം മറ്റൊരു പ്രത്യേകതയുണ്ട്. ഗോവയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശ്രീരാമ പ്രതിമ നരേന്ദ്രമോദി ഇന്ന് അനാച്ഛാദനം ചെയ്യും. 77 അടി ഉയരമുള്ള ശ്രീരാമന്റെ വെങ്കല പ്രതിമയാണ് ഗോവയിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഗുജറാത്തിലെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി രൂപകൽപ്പന ചെയ്ത ശില്പിയായ രാം സുത്താറാണ് ഈ ശ്രീരാമ പ്രതിമ നിർമ്മിച്ചത്. മാധ്യമങ്ങളിൽ കണ്ടു. ഞാൻ പറഞ്ഞത് എത്ര ദിവസം മുമ്പാണ്, എത്ര ആഴ്ചകൾക്ക് മുമ്പാണ്. നിയമപരമായ വ്യവസ്ഥയിൽ പരാതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ തെറ്റ്? എന്തായിരുന്നു തെറ്റ്?
ചൂണ്ടിക്കാണിക്കുകയാണ്. ഇന്നലെയാണല്ലോ പരാതി കൊടുത്തത്. ആ പരാതി പോലീസ് സ്വീകരിച്ച് അതിൻ്റെതായ നടപടികളിലേക്ക് കടക്കട്ടെ. നിയമപരമായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആരാണ് പ്രതി, എന്താണ് വസ്തുത എന്നും വിശദമായി അന്വേഷണം നടക്കട്ടെ. അതിനെന്താ തടസ്സം? അന്വേഷണത്തിന് യാതൊരു തടസ്സമില്ലല്ലോ. ഇപ്പോൾ ഒരു വ്യക്തി പരാതി കൊടുത്താൽ പോലീസിലോ കോടതിയിലോ പരാതി കൊടുത്താൽ ഇവിടെ ഒരു നിയമ വ്യവസ്ഥ ഉണ്ടല്ലോ. ആ നിയമവ്യവസ്ഥ പ്രകാരം അന്വേഷണം നടക്കട്ടെ. ഇതിനു മുമ്പ് ഇതൊന്നും ഇല്ലാതെയാണല്ലോ പുകമറ മുഴുവൻ സൃഷ്ടിച്ചത് നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന്. ഇന്നലെയാണല്ലോ ഒരാൾ പരാതി തന്നിരിക്കുന്നത്. നിരവധി ചാറ്റുകളും അതുപോലെ തന്നെ ഫോൺ സംഭാഷണമൊക്കെ ഇതിനു മുമ്പേ കുറേ ദിവസം വന്നല്ലോ. എത്ര മാസമായി ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ തുടങ്ങിയിട്ട്? ക്രൈംബ്രാഞ്ച് തന്നെ യാതൊരു തെളിവില്ല എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുത്തത്. ഇന്നലെ പരാതി വന്നിട്ടുണ്ട്. ആ പരാതി പോലീസ് പരിശോധിക്കട്ടെ, നിയമവ്യവസ്ഥ അത് അന്വേഷിക്കട്ടെ. അതിനൊരു തടസ്സമില്ലല്ലോ. അല്ല, ഇത് പൊക്കുമറയല്ല, ഇത്തരത്തിൽ മാധ്യമങ്ങൾ നൽകിയതൊക്കെ ഒരു വസ്തുതാപരമായ കാര്യങ്ങളാണെന്നുള്ളതിൽ ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നു. മാധ്യമങ്ങളല്ല, കോടതിയാണ് അന്തിമമായി തീരുമാനിക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 2-3 മാസമായിട്ട് ആകെ പുകമറയാണ്. അങ്ങനെ വന്ന വിവാദമായി വന്നപ്പോഴാണല്ലോ കോൺഗ്രസ് പാർട്ടി ശക്തമായ നടപടി സ്വീകരിച്ചത്. ഇതേപോലെ മുൻ MLA ഇപ്പൊ ജയിലിൽ കിടക്കുകയാണ്. സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ പത്മകുമാർ. എന്തെങ്കിലും നടപടി CPM-ന്റെ ഭാഗത്ത് നടത്തുന്നുണ്ടോ? പാർട്ടി നടപടി സ്വീകരിച്ചു എന്ന് പറയുമ്പോഴും എല്ലാ പരിപാടികളിലും പങ്കെടുക്കാൻ കഴിയും. അതായത് കോൺഗ്രസിന്റെ ചർച്ചകളിൽ മാത്രം അല്ലെങ്കിൽ യോഗങ്ങളിൽ നിന്ന് ഒഴിവാക്കി മറ്റെല്ലാ പരിപാടികളിലും പങ്കെടുക്കാൻ കഴിയുന്ന രീതിക്ക് ഒരു നടപടി മാത്രമായിരുന്നു ഇത്. ഇപ്പോൾ പരാതി വന്നിരിക്കുന്നു, FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഇനി എന്തായിരിക്കും കോൺഗ്രസിന്റെ അടുത്ത നടപടി എന്ന് പറയുന്നത് രാഹുലിനെതിരെ? ഇത്തരത്തിലെ വിവാദങ്ങളും വിഷയങ്ങളും പത്രമാധ്യമങ്ങളിൽ വന്ന സമയത്താണ് കോൺഗ്രസ് ശക്തമായ നടപടിയെടുത്ത്. പിന്നെ ഏത് ഫോറത്തിൽ നിങ്ങൾ കണ്ടത്? ഞാൻ ചോദിക്കുന്നത്, ഒരു ജനപ്രതിയായിട്ടിരിക്കുന്ന ആളാണ് അദ്ദേഹം. പല ആളുകളും കണ്ടിട്ടുണ്ടാവും, പലരെയും അഭിവാദ്യം ചെയ്തിട്ടുണ്ടാവും. ഞാൻ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായിട്ട് മറുപടി പറയും. പാലക്കാട്ട് ഔദ്യോഗികമായ ഒരു യോഗത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പങ്കെടുത്തിട്ടില്ല. ആഫ്റ്റർ സസ്പെൻഷന് ശേഷം ഔദ്യോഗികമായ ഒരു പരിപാടിയും പങ്കെടുത്തിട്ടില്ല. അത് സ്വന്തമായ നിലയ്ക്ക് പ്രചരണം നടത്തുന്നതോ പിന്തുണയ്ക്കുന്നതോ അതൊക്കെ അയാളുടെ വ്യക്തിപരമായ കാര്യമാണ്. UDF-ന്റെ പ്രവർത്തകർക്കൊപ്പം വീടുകൾ കയറി പ്രചരണം നടത്തുന്നത് സംഘടനാപരമായ പ്രവർത്തനമല്ലേ? പിന്നെ അയാള് BJP-യുടെ കൂടെ പോകും. സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിൽ കണ്ണാടിയിലെ ക്ഷീരോത്പാദക സഹകരണ സംഘം, കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സംഘത്തിന്റെ മുകൾ നിലയിലെ ഓഫീസിൽ വെച്ച് അവിടുത്തെ മണ്ഡലം പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ആളുകളുമായി ഒപ്പം ചേർന്ന് രാഹുൽ ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രയാസപ്പെടേണ്ട കാര്യമില്ല. കാരണം അറിയോ, അവിടെ കോൺഗ്രസ് ഭരിക്കുന്ന സൊസൈറ്റിയാണ്. അവിടെ കോൺഗ്രസ്സുകാർക്ക് മാത്രം വരാൻ പറ്റുമോ? അവിടെ എല്ലാവരും വരും. പാലളക്കുമ്പോൾ അത് നിങ്ങൾ തീരുമാനിച്ചങ്ങനെ ഞങ്ങളുടെ അറിവിലില്ല. ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ അവർക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുള്ള ഒരു തയ്യാറാവല്ലോ. ഇപ്പൊ ജന ടിവിയോട് ചോദിക്കട്ടെ, കഴിഞ്ഞ തവണ BJP-ക്ക് കിട്ടിയ 1000-കണക്കിന് വോട്ട് എവിടെ പോയി? രാഹുലിന് കിട്ടിയില്ലേ? BJP-ക്കാരല്ലേ വോട്ട് ചെയ്തത്? കഴിഞ്ഞ പ്രാവശ്യം നഗരസഭയിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥിയായിരുന്ന ഗാനാകൃഷ ഇപ്പൊ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയല്ലേ? BJP-ക്കാർക്ക് പ്രധാനപ്പെട്ട ഒരു പെൺകുട്ടി നേരിട്ട സമാനതകളില്ലാത്ത അതിക്രമങ്ങളെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ വരുന്നു. അതിനുശേഷവും രാഹുലിന് മാത്രം പ്രത്യേകമായ ഒരു പ്രിവിലേജ് ലഭിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിതൊക്കെ വ്യാഖ്യാനിക്കണ്ടല്ലോ. നിങ്ങൾക്ക് ഒരു നിഷ്പക്ഷമായ പത്രപ്രവർത്തനാണെങ്കിൽ ഒരു മുൻ MLA ജയിലിൽ കിടക്കുന്നു, സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്. നിങ്ങൾക്ക് ഒരു വ്യഗ്രതയും കാണുന്നില്ലല്ലോ. എന്താ കാരണം? ഈ ഇലക്ഷൻ സമയത്ത് നിങ്ങൾ അത് ചർച്ച ചെയ്യും. നിങ്ങളൊക്കെ അതറിയാം. ഇപ്പോ അദ്ദേഹം പുതിയ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. അതിനെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? തന്ത്രിയും മന്ത്രിയുമായിട്ടുള്ള ഏറ്റവും വലിയ അടുപ്പാണ് പോറ്റിയെ ഞാൻ വിശ്വസിച്ചത് എന്ന് പത്മകുമാർ പറയുന്നു. എന്താ നിങ്ങൾ കൊടുക്കാത്തത്? തന്ത്രി, അവിടെ ഉണ്ടായിരുന്ന തന്ത്രി, മന്ത്രി, ചുമതല വെച്ച മന്ത്രി, കമ്മീഷണർമാര്, ഇവർ പറയുന്നു ഈ പോറ്റി ഇടനിലക്കാരനായി ഈ സ്വർണ്ണം കള്ളക്കടത്ത് നടത്തിയല്ലോ. അദ്ദേഹത്തെയുള്ള അഭിരുദ്ധമായുള്ള ബന്ധം കൊണ്ടാണ് ഞാനും അദ്ദേഹത്തെ ഇടപഴകിയെന്ന് ഒരു മുൻ MLA, CPM-ന്റെ MLA പറഞ്ഞു. ജയിലിലാകാൻ MLA ഇന്ന് വരെ, ഒരു മിനിറ്റ് ഞാൻ ഒന്ന് പറയാൻ സമ്മതിക്കും, ഇന്ന് വരെ അയാൾക്കെതിരെ ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ടോ ഈ CPM?
സ്വീകരിച്ചിട്ടുണ്ടോ? രാഹുലിനെതിരായി പരാതി വന്നു, നടപടി സ്വീകരിക്കട്ടെ. പാർട്ടി പരാതി വരുന്നതിന് മുമ്പ്, ഈ പുകമറ ഉണ്ടാകുന്നതിന് മുമ്പ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. അത് നിങ്ങൾ എന്താ അനുവദിക്കുന്നത്? അല്ല, KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗം കൂടിയാണ്. ഒരു അഭിപ്രായം എന്താണ്? എന്റെ അഭിപ്രായം ഞാൻ പാർട്ടി പറയും, പൊതു എന്നെ മധ്യത്തിൽ കാര്യം പറയട്ടെ. നിങ്ങൾ അങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ച ഇവിടെ ഇപ്പൊ ജനങ്ങളുടെ മുമ്പിൽ ഈ വിഷയമല്ല പ്രധാനം. ജനങ്ങളുടെ മുമ്പിൽ കഴിഞ്ഞ 9.5 വർഷക്കാലത്ത് ദുർഭരണം അവസാനിപ്പിക്കണമെന്നാണ്. ജീവിക്കാൻ മാർഗമില്ല. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും താവളമായി കേരളത്തെ മാറ്റി ക്രിമിനലുകൾ ഇറങ്ങി. ഇപ്പോ ഇന്നത്തെ വാർത്ത നിങ്ങളൊന്നും കാണുന്നില്ല. ഒരു CI, ഞാനൊന്ന് പറയട്ടെ, ഇപ്പൊ ഇടയ്ക്ക് വന്നിട്ട് ഒന്നും പറയല്ലേ, ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. ഇതാണ് ഈ ഇടയ്ക്ക് കോലിട്ട് വെക്കുകയെന്ന് പറഞ്ഞത്. അതായത് ഒരു CI പാലക്കാട് ജില്ലയിൽ സർക്കിൾ ഇൻസ്പെക്ടർ ആത്മഹത്യ ചെയ്തു. അതിന് നിങ്ങൾക്കൊരു വിലയില്ലേ? ആ CIന്റെ കഴിഞ്ഞ മാസം കൊടുത്ത മരണമൊഴി അദ്ദേഹം എഴുതി വെച്ചത് കോടതിയിൽ സമർപ്പിച്ചു. ഇന്നലെ അത് ലീക്കായി. ഒരു DYSP സ്ഥിരമായിട്ട് ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തു. അതിന് കൂട്ടുകൊണ്ടുപോകുന്നത് CI. നമ്മുടെ കേരളത്തിലെ പോലീസിന്റെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ചോ? ഇത്രയും ഒരു ക്രിമിനലുകളുടെ ഒരു കേന്ദ്രമായി കേരളത്തിലെ പോലീസ് മാറിയിരിക്കല്ലേ? അതൊക്കെ ചർച്ചയാവുമല്ലോ. ജനവിരുദ്ധമായ അദ്ദേഹത്തിന്റെ PA അല്ലേ? ഈ ജനവിരുദ്ധമായിട്ടുള്ള ഒരുപാട് നയങ്ങളുണ്ട്. ഇതാണ് ഇപ്പൊ അത് നിങ്ങൾ MLA ഇദ്ദേഹത്തിന്റെ ചോദ്യത്തിന് മറുപടി പറയട്ടെ. ഓരോരുത്തരും സമ്മതിക്കും. MP ഓഫീസ് 9:30 മണിക്ക് തുറക്കും, വൈകുന്നേരം 5:30 അടയ്ക്കും. നിങ്ങൾക്ക് എന്താ ആവശ്യം അവിടെ വരാം. മറ്റു കാര്യങ്ങൾ എന്റെ പരിധിപ്പെട്ടല്ല. പാലക്കാട് ജില്ലയിലെ ഒരു CI ആത്മഹത്യ ചെയ്തു. സർക്കിൾ ഇൻസ്പെക്ടർ. അദ്ദേഹം കുറ്റം ആരോപിക്കുന്നത് DYSP ആണ്. എവിടെ എത്തിയ അന്വേഷണം? നിങ്ങൾ ആലോചിക്കുക. ഒരു ജീവൻ നഷ്ടപ്പെട്ടിരിക്കുക. സ്ത്രീ പീഡന കേസാ, ബലാത്സംഗ കേസാണ് ആരോപണം. എന്ത് നടപടിയാ പോലീസ് എടുത്തത്? പോലീസിലെ ഈ ക്രിമിനൽ വൽക്കരണം എത്രമാത്രം ഭീകരാണ്. അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ചർച്ചയാവും. നിങ്ങൾ ആ വിഷയം ഒരിക്കലും ആവില്ല. ജനങ്ങളുടെ മുമ്പിൽ ഈ സർക്കാരിന്റെയും പാലക്കാട് നഗരസഭയിലെ അഴിമതിയും അരാജകത്വവും തമ്മിത്തല്ലുമാണ് പ്രധാന ചർച്ച. നിങ്ങളങ്ങ് തീരുമാനിക്കല്ലേ? മൂന്നാളൊരു ചോദിച്ചാൽ ഇയാൾക്ക് ചോദ്യം മറുപടി പറയട്ടെ. ആരും ജന TVക്ക്. അതായത് നിങ്ങളാണ് കോൺഗ്രസിന്റെ സ്റ്റാർ ക്യാമ്പയിനർ തീരുമാനിക്കുന്നത് ആണോ? എനിക്കാണ് പറയട്ടെ. KPCC എന്നെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ഏകോപനത്തിന്. അത് കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അത് നിങ്ങളൊന്ന് പ്രചരിപ്പിക്കുന്ന സഹായിക്കും. വേണ്ടാത്ത യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിനോടൊപ്പം തന്നെ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി നൽകിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും. അതിൽ തന്നെ ആ പരാതിയിൽ പറയുന്നത് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്നും ഇടപെടണമെന്നുള്ള അപേക്ഷയാണ് നൽകിയിട്ടുണ്ടെങ്കിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് പറഞ്ഞിട്ടാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. ജീവൻ നഷ്ടപ്പെട്ട ഒരു വിഷയം CIയുടെ നിൽക്കുമ്പോൾ നിങ്ങൾ അതിന് ഒരു മറുപടി DYSP ആണ്. ഇതേ പോലീസാണ് പരാതി സ്വീകരിക്കുന്നത്. ഞാൻ സംസാരിക്കാം, അല്ലെങ്കിൽ ഒരാൾ സംസാരിക്കും. പാലക്കാട് ജില്ലയിലെ ഒരു MLA-ക്കെതിരെയാണ് ഇപ്പോൾ ഈ പരാതി. എല്ലാവർക്കും അറിയാം MLA-ക്കെതിരെ. ഈ MLA-ക്കെതിരെ പരാതി വന്നത് ഇക്ബാലെ, റിപ്പോർട്ടർ ചാനലെ ഇന്നലെ അല്ലേ? നിങ്ങൾ 3 മാസമായിട്ട് ആഘോഷിക്കുകയല്ലേ? 3 മാസം ഇതിന് വലിയ സംഭവങ്ങൾ ഇവിടെ നടക്കില്ലേ? പത്മകുമാർ വെളിപ്പെടുത്തിയ തന്ത്രി മന്ത്രിയായിട്ടുള്ള ബന്ധമല്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾ അത് ഹൈലൈറ്റ് ചെയ്യാത്തത്? നിങ്ങൾക്കൊക്കെ ചില രാഷ്ട്രീയ അജണ്ട. ഞാൻ സംസാരിക്കുന്നത് റിപ്പോർട്ടർ ചാനലിന്റെ ചോദ്യത്തിനാണ്. അതിന് കൃത്യമായിട്ട് മറുപടി പറയട്ടെ. നിങ്ങളിപ്പോ പറഞ്ഞ കാര്യം പരാതി തന്നു കൊടുത്തു എന്ന് പറഞ്ഞല്ലോ, നിയമപരമായിട്ട് അന്വേഷിക്കട്ടെ. പോലീസ് കോൺഗ്രസ് അല്ലല്ലോ, ഇവിടെ ഭരിക്കുന്നത് UDF അല്ലല്ലോ, LDF ഭരിക്കുന്നു. പോലീസ് നിഷ്പക്ഷമാണെങ്കിൽ നിഷ്പക്ഷമായ അന്വേഷണം നടക്കട്ടെ. ഉത്തരങ്ങൾക്കൊന്നും അത്ര കൃത്യമായ മറുപടി അല്ല VK ശ്രീകണ്ഠൻ MPക്ക് നൽകാനുള്ളത്. എന്തുകൊണ്ട് നിങ്ങൾ സ്വർണ്ണക്കൊള്ളയെപ്പറ്റി പറയുന്നില്ല? എന്തുകൊണ്ട് CI ആത്മഹത്യ ചെയ്ത സംഭവത്തെപ്പറ്റി പറയുന്നില്ല? അതൊക്കെയും പറയുന്നുണ്ട്. അതോടൊപ്പം ഇതും പറയേണ്ടി വരുന്നുണ്ട്. അതിനുള്ള മറുപടിയാണ്
വി കെ ശ്രീകണ്ഠൻ MP-യോട് മാധ്യമങ്ങൾ തേടിയത്. ഇനി ഇന്നത്തെ സ്പെഷ്യൽ ഡിവിഷൻസിലേക്ക് പോകാം. ജന്മദിനം ആഘോഷിക്കുന്ന ദേവപ്രിയ ആർ ശങ്കറിന് ആശംസകൾ നേരുന്നത് അച്ഛൻ ശങ്കർ MS-ഉം അമ്മ രജിതയുമാണ്. ന്യൂസ് 18 ടെക്നിക്കൽ വിഭാഗത്തിലെ ജീവനക്കാരനായ ശങ്കറിൻ്റെ മകളാണ് ദേവപ്രിയ. അപ്പോൾ ഞങ്ങളുടെയൊക്കെ ന്യൂസ് 18 കുടുംബത്തിൻ്റെ മുഴുവൻ ആശംസകൾ ദേവപ്രിയയ്ക്ക്. ഹാപ്പി ബർത്ത്ഡേ ദേവപ്രിയ. ഇതൊരു പ്രത്യേക വിഷയമാണ്. ഈ കഴിഞ്ഞ സ്കൂൾ കായികമേളയിൽ 176 പോയിന്റോടെ അടൂർ ഉപജില്ല ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം സെയിന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്വന്തമാക്കി. ഫുട്ബോൾ, വോളിബോൾ മത്സരങ്ങളിലടക്കം തിളക്കമാർന്ന വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കും അവരെ പരിശീലിപ്പിച്ച അവരുടെ കായിക അധ്യാപകൻ ലിനു അബ്രഹാമിനും ആശംസകൾ അറിയിക്കുകയാണ് വിദ്യാർത്ഥികളും സഹപ്രവർത്തകരും. അത് വളരെ സന്തോഷമുള്ള ഒരു ആശംസയാണ്. ഇനിയും ഉയരങ്ങളിലേക്ക് പോകാൻ ഈ സ്കൂളിനും അവിടുത്തെ കായിക വിഭാഗത്തിനും അവിടുത്തെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒക്കെ കഴിയട്ടെ. ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ, ആശംസകൾ. രാവിലെ പൂർണ്ണമാവുകയാണ്. ഇനി പോലീസ് പെട്രോൾ.